റോസിയുടെയും വർഗീസിൻ്റെയും ഏക മകളായി പിറന്ന ഹണി റോസിനെ അറിയാത്തവരായി ആരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റു പലരും സിനിമയ്ക്ക് പിന്നാലെ പാഞ്ഞ് അവസരങ്ങൾ കയ്യിലെത്തിപ്പിടിച്ചുവെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ മലയാള സിനിമ ഹണിയെ തേടിയെത്തുകയായിരുന്നു. ബോയ് ഫ്രണ്ട് സിനിമയിൽ മണിക്കുട്ടൻ്റെ കൂട്ടുകാരിയുടെ വേഷമായിരുന്നു ഹണിക്ക് നായികയായി തുടക്കം. വർഷങ്ങൾ കൊണ്ട് ഹണി റോസിന് മാറ്റങ്ങൾ പലതുമുണ്ടായി. ഇന്നിപ്പോൾ ഹണി റോസ് സിനിമയുടെ മാത്രം പിൻബലത്തിൽ മാത്രമല്ലാതെ തൻ്റേതായ ഇടം തീർത്ത ഒരു മേഖലയുണ്ട്. സിനിമയിൽ പേര് മാറ്റി ഭാഗ്യം പരീക്ഷിക്കുന്ന താരങ്ങളുടെ കൂട്ടത്തിൽ ഹണി റോസുമുണ്ട്. ഇടയ്ക്ക് ഹണി ധ്വനിയായി മാറിയെങ്കിലും വീണ്ടും പഴയ പേരിലേക്ക് മടങ്ങുകയായിരുന്നു. ഉദ്ഘാടന വേദികളിൽ നിന്ന് ഇന്ന് ഹണി റോസ് കേരളത്തിലെ ഏറ്റവും വലിയ താരമാണെന്ന് പറയുന്നതിൽ അതിശയോക്തി തീരെയില്ല. ഹണി റോസ് വരുന്നുവെന്ന് കേട്ടാൽ ക്ഷണമില്ലെങ്കിലും പോലീസ് പോലും നിയന്ത്രിക്കാൻ പെടാപ്പാട് വരുന്ന ഒരു ജനക്കൂട്ടത്തെ അവിടെ പ്രതീക്ഷിക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, വിദേശത്ത് പോലും ഹണി റോസിന് ഇത്തരത്തിൽ ഗംഭീര സ്വീകരണവും ഫാൻ ഫോളോയിങ്ങുമുണ്ട്. ഹണിയുടെ ലുക്കുകൾക്ക് പിന്നിൽ അമ്മയുടെ മിടുക്കാണെന്ന് ഹണി അംഗീകരിച്ചൊരു കാര്യമാണ്. ബിസിനസ്സുകാരനായ ബോബി ചെമ്മണ്ണൂരിനെതിരെ അധിക്ഷേപ പരാതി നൽകിയ സാഹചര്യത്തിൽ ഹണി റോസ് വീണ്ടും വാർത്തകളുടെ താരമായി മാറി. റിമാൻഡ് ചെയ്യപ്പെട്ട ബോബി ജാമ്യം തേടി പുറത്തു വരികയും ചെയ്തു. ഹണി ഉദ്ഘാടകയായി എത്തിയ പരിപാടിയിൽ ഒപ്പം പങ്കെടുത്ത ബോബി കുന്തിദേവി എന്ന പരാമർശം നടത്തിയതാണ് വിവാദമായത്. ഹണി റോസിൻ്റെ പ്രതിഷേധം തുടക്കത്തിൽ സോഷ്യൽ മീഡിയയിലും പിന്നീട് പോലീസ് പരാതിയിലും എത്തിയതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. ഹണി റോസിൻ്റെ വേഷവിധാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അമ്മയാണെന്നും അതിൻ്റെ പേരിൽ പഴി കേൾക്കുന്നത് താനാണെന്നും ഹണി പറഞ്ഞിരുന്നു. എന്നാൽ ഹണി റോസിൻ്റെ അമ്മ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനേക്കാളും ചിട്ടവട്ടമുള്ളയാളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാവിന് 100 നാവാണ്. എപ്പോഴും പ്രസന്നത വിളങ്ങുന്ന മുഖം മാത്രമല്ല, ഉള്ളിൽ നിന്നും ഹണി ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറുകയെന്നും അച്ഛൻ പറയുന്നു. മകൾ ഹണി റോസിൻ്റെ വ്യക്തിത്വം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. യൗവനകാലത്ത് തന്നെ വീടും മറ്റു സൗകര്യങ്ങളും എല്ലാം ഹണി സ്വന്തം ഇഷ്ടപ്രകാരം നേടിയതെങ്കിൽ ഇന്ന് പലതും കാണുന്ന ഹണി റോസിൻ്റെ പെരുമാറ്റം വളർത്തി വലുതാക്കിയ നാളുകളിൽ അമ്മയുടെ നിയന്ത്രണത്തിൽ നടന്ന കാര്യമാണ്. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പരാമർശം നടത്തിയപ്പോൾ പോലും ഹണി റോസ് പുലർത്തിയ ആത്മനിയന്ത്രണം ഏറെ ശ്രദ്ധ നേടുകയായിരുന്നു. ഹണി റോസ് വഴക്കാളിയായി വളരരുത് എന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. നവയുഗത്തിലെ മാതാപിതാക്കൾ പലരും പരീക്ഷിക്കാത്ത ചില ചിട്ടവട്ടങ്ങൾ ഹണിയുടെ അമ്മ ഹണിക്ക് മേൽ പരീക്ഷിച്ചിരുന്നു. ദേഷ്യം വന്നാൽ മുട്ടുകുത്തി നിർത്തുമായിരുന്നില്ലേ എന്ന അവതാരയുടെ ചോദ്യത്തിന് അച്ഛനും അമ്മയും കൂടിയിരിക്കെ മറുപടി നൽകിയത് അമ്മയാണ്. നല്ല അച്ചടക്കം പഠിച്ചു വളർത്തിയത് കൊണ്ട് ഇപ്പോൾ ഹണി നല്ല പെരുമാറ്റമാണെന്ന് പലരും തന്നോട് വന്ന് പറയും. ആ പെരുമാറ്റത്തിൻ്റെ പിന്നിലെ കഥ പക്ഷേ ഇങ്ങനെയാണെന്ന് മാത്രം.